നമുക്കൊരു ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ ഉണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ വെഡിങ് ആണ്. സോ വി ഹാവ് പ്ലാൻഡ് എ ബ്രൈഡ് ടു ബി. ബാക്കിയുള്ള ബ്രൈഡ്സ് മെയ്ഡ്സും ഭയങ്കര ബിസിയാണ്, അവരെല്ലാം ട്രിപ്പിലാണ്. സോ ഐ ആം ദ ഓൺലി വൺ ഹു ഇസ് ഫ്രീ നൗ. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? ആദ്യം ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടു, ഇനി കുറച്ച് പട്ടി ഷോ ആവാം. കൊള്ളാം. അപ്പോൾ നമുക്ക് ഇതിടാം. പക്ഷേ പുറത്ത് മഴയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ സമ്മറൊക്കെ കഴിഞ്ഞ് വിൻ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സോ കുറച്ച് തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ജാക്കറ്റ് കൊണ്ട് ലാസ്റ്റ് പെയർ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ വെച്ച് മെല്ലെ ഒരുങ്ങാം. ഞാൻ എപ്പോഴും റെഡ് ലിപ്സ്റ്റിക്സ് ഇടുള്ളൂ. റെഡ് ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നില്ലേ? എനിക്കിഷ്ടം. ഞാൻ വലിയ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് സ്കിൻ കെയർ ആൻഡ് ലിപ്സ്റ്റിക്. ഇന്ന് പതക്കം മതി. ഇവിടെ 5 മണിക്ക് എല്ലാ ക്ലോസും. ഇതെന്താ ഞാൻ ഫുൾ ഇങ്ങനെ പറയുന്നത്? 5 മണിയാകുമ്പോഴേക്കും ഒരു വിധം എല്ലാ ഷോപ്സും ക്ലോസ് ആവും. സോ അതിന് മുന്നേ പോകണം. ഇപ്പോൾ ഇവിടെ 1:57. ഓൾമോസ്റ്റ് 2 o'clock ആയി. 3 hours ഉണ്ട്. 3 hours ഉള്ളിൽ പെട്ടെന്ന് റെഡിയായി. 3 hours ഉള്ളിലല്ല, ഹാഫ് ആൻ അവറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് റെഡി, പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് വരണം. റെഡി ആയി കഴിഞ്ഞു. പക്ഷേ കോണ്ടാക്ട് ലെൻസ് വെക്കണം, സ്പെക്സ് വെക്കണം. ഷോപ്പിങ്ങിനൊക്കെ പോയല്ലേ, കണ്ണ് നന്നായി കാണണ്ടേ? വെക്കാൻ പഠിക്കാം. ഇന്ന് നമുക്ക് സ്പെക്സ് വെച്ച് പോവാം. അടുത്തതായി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം പെർഫ്യൂം. ഞാൻ പെർഫ്യൂം അടിക്കാതെ എവിടെയും പോവില്ല. ആൻഡ് ദിസ് ഇസ് മൈ ഫേവറേറ്റ് പെർഫ്യൂം. പിന്നെ ഈ ബോഡി മിസ്റ്റ്, ഇത് ബാത്ത് ആൻഡ് ബോഡിയുടെ ഒരു അടിപൊളി ബോഡി മിസ്റ്റാണ്. ഏറ്റവും എന്ത് നല്ല സ്മെല്ലാണെന്നോ. അങ്ങനെ പെർഫ്യൂമിൽ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ജാക്കറ്റൊക്കെ ഇട്ട് വേഗം പോവാം. എന്തൊക്കെയാണ് വാങ്ങാണെന്ന് ഇപ്പോഴും എനിക്ക് ശരിക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് പാർട്ടിക്കുള്ള ബലൂൺസ്, ബ്രൈഡ് ടു ബി ആക്സസറീസ്, പ്ലേറ്റ്, പിന്നെ നൈഫ്, കേക്ക് കട്ട് ചെയ്യാനുള്ളത്, ഇതൊക്കെയാണ് വാങ്ങാനുള്ളത്. ലെറ്റ്സ് സീ, ഇതെല്ലാം കിട്ടുമായിരിക്കണം. ഇനി നമുക്ക് ഷൂ ഇടാം. അങ്ങനെ ഡോറൊക്കെ ലോക്ക് ചെയ്തു. നമ്മൾ മെല്ലനെ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങി മന്ദം ഇറങ്ങി താഴേക്ക് പോവാണ്. ക്ലൈമറ്റൊക്കെ കണ്ടിട്ട് നല്ല ക്ലൈമറ്റാണെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഗൈസ്, ഞാൻ മൂഞ്ചി. പുറത്ത് നല്ല മഴ. ഇനിയിപ്പോൾ ഞാൻ തൊപ്പിയുള്ള ജാക്കറ്റ് ഇട്ട് പോകണം. ഓൾസോ മഴയത്ത് പോയി എൻ്റെ ബാഗ് തന്നെ ചേട്ടോ. ഒരാൾ മഴയത്ത് പോകണോക്ക്. റോഡൊക്കെ നല്ല വെറ്റായിട്ടിരിക്കുക. ഓച്ചടോ. ഞാൻ ഇറങ്ങിയ പോലെ തിരിച്ചു വരും. ജാക്കറ്റ് മാറ്റണം. അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കൂടി നോക്കിയിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് ഇറങ്ങിയാലോ? മഴ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാൽ നാളെ പരിപാടി വെച്ച്. ഇതിപ്പോൾ മഴ ആയ സ്ഥിതിക്ക് നാളത്തെ പരിപാടി കാണാണ്ടിരുന്നാൽ മതി. ഒരു മഴയ്ക്കും നമ്മളെ തടുക്കാനാവില്ല. എന്തായാലും ഞാൻ വെതർ ചെക്ക് ചെയ്തപ്പോൾ 4 മണി വരെയാണ് മഴ കാണുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് 2:30 ആയി. ഒരു 1 hour കൂടി വെയിറ്റ് ചെയ്യാം, എന്നിട്ട് ഇറങ്ങാം. ഇവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാ അവസ്ഥ. ഒരു 1 hour കൂടി വെയിറ്റ് ചെയ്ത് മഴ മാറിയിട്ട് പോകാം. ഹോപ്പ്ഫുള്ളി മഴ മാറുമായിരിക്കും. ഓൾസോ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി വരുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 2 അംഗ സംഘമാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോകണം. ഞാനിപ്പോൾ ഇതാ വീണ്ടും റെഡിയായി. ഇപ്പം മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ബാഗ് എടുത്ത് പോവാം. അങ്ങനെ ചെസ് നമ്പർ 2 പ്രിൻസ്ലി നമ്മുടെ സെക്കൻഡ് ബ്രൈഡ്സ്മെയ്ഡാണ്. ഞങ്ങൾ 2 പേരും മാത്രമാണ് ഫ്രീ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ട്രിപ്പിലാണ്. സോ എല്ലാവരും നാളെയാണ് എത്തുള്ളൂ. ഇപ്പോൾ ഷോപ്പിംഗ് നമ്മൾ
നമ്മളങ്ങനെ ഷോപ്പിങ്ങിന് സിറ്റി സെൻറ്ററിലാണ് പോയത്. അവിടെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാം കിട്ടുമെന്ന് വിചാരിക്കണു. അങ്ങനെ എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് ഇട്ട് പറഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടെന്നില്ലാതെ നടന്നു കയറി. ഞങ്ങൾക്ക് പോകേണ്ടത് പൗണ്ട് ലാൻഡ് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ ചെന്ന് കയറിയത് മൂർ മാർക്കറ്റിലും. അങ്ങനെ ഞങ്ങൾ കുറച്ച് നടന്നപ്പോൾ റിയലൈസായി നമുക്കിവിടെ എല്ലാം പോകേണ്ടതെന്ന്. അങ്ങനെ നേരെ തിരിച്ച് പൗണ്ട് ലാൻഡിൽ പോയി ടിഷ്യൂ, ബലൂൺ, പ്ലേറ്റ്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് വേണ്ട മെയിൻ സാധനം കിട്ടിയില്ല. നമുക്ക് ഈ ബ്രൈറ്റ് ടു ബിയുടെ കൂളിംഗ് ഗ്ലാസ് അല്ലെങ്കിൽ അതിൻ്റെ ആക്സസറീസ് ഒക്കെയാണ് വേണ്ടത്. പക്ഷെ ഇതൊന്നും ഇവിടെയില്ല. സാധാരണ എപ്പോൾ വന്നാലും ഇതെല്ലാം കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് മിനിറ്റിക്ക് വാങ്ങാൻ വിചാരിച്ച് മാറ്റി വെച്ചു. അതുകൊണ്ട് ഇപ്പോൾ പ്ലിങ് ആയി, അതൊന്നും കിട്ടിയില്ല. ഞങ്ങൾക്ക് ബ്രൈറ്റ് ടു ബി ആക്സസറീസ് ഒന്നും കിട്ടിയില്ല. ഇവിടെ കയറിയപ്പോൾ ഞാൻ അറിയാതെ ഒന്ന് ഡൈവേർട്ടായി പോയി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, എടുത്തു. ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ബോഡി കെയറിൽ വന്നിട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് ശേഷം ബോഡി കെയറിൽ വരുന്ന സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ ട്രെൻഡിങ് പീലേഴ്സ്, അതും എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നെ നമ്മൾ നേരെ പ്രൈമാർക്കിലേക്ക് വിട്ടു. അവിടുന്ന് നമുക്ക് വൈറ്റ് ഷീറ്റ് വേണമായിരുന്നു. സോ വൈറ്റ് ഷീറ്റ് തപ്പിപ്പോയി. നമുക്കതിന് വൈറ്റ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഈ ബാഗ് ഫുൾ സാധനങ്ങളാണ്. പക്ഷെ മെയിൻ സാധനം മാത്രം കിട്ടിയില്ല, ബ്രൈറ്റ് ടു ബി കിട്ടിയില്ല. അതൊഴിച്ച് ബാക്കിയെല്ലാം ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ബൈ ഗൈസ്, നമുക്കിനി നാളെ കാണാം.